ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാ ദിവസവും രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നലെ നിഫ്റ്റിയുടെ എക്സ്പയറി ആണ് ഉണ്ടായിരുന്നത്. 70 പോയിന്റ് നിഫ്റ്റി ഫോളോ ചെയ്തു. HDFCയും റിലയൻസും പോലെയുള്ള ഇൻഡെക്സ് ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളാണ് ഫോളിന് കാരണമായിട്ടുള്ളത്. എന്നാൽ ICICI ബാങ്ക് ഉൾപ്പെടെയുള്ള ആക്സിസ് ബാങ്ക് ഉൾപ്പെടെയുള്ള ബാങ്കിങ് കമ്പനീസ് ബാങ്ക് നിഫ്റ്റീനെ ഫോളോ ആവാതെ, വലിയ തോതിൽ ഫോളോ ആവാതെ നിലനിർത്തി ബാങ്ക് നിഫ്റ്റി ഇന്നലെ പോസിറ്റീവിൽ ക്ലോസ് ചെയ്തു. 1500 പോയിൻ്റാണ് ഏകദേശം ഒരു 3 ദിവസം കൊണ്ട് US ഡോ റാലി രേഖപ്പെടുത്തിയത്. ഈ ഒരു വർഷത്തിലെ ആദ്യത്തെ സമയങ്ങളിൽ US മാർക്കറ്റ് ഓൾറെഡി തന്നെ ഓൾ ടൈം ഹൈ ആയിരുന്നു. അതിഗംഭീരമായിട്ട് മുന്നോട്ട് നീങ്ങി. അപ്പോൾ US-ഉം വെനിസ്വേലയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഒരു തുറന്ന യുദ്ധത്തിലേക്കൊന്നും തന്നെ പോകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവായിട്ട് വന്നത്. ഇന്നലെ FIs 107 കോടി രൂപയുടെ സെല്ലും DIs 1743 കോടി രൂപയുടെ ബൈയിങ്ങുമാണ് നടത്തിയിട്ടുള്ളത്. ഗ്ലോബൽ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ പൊതുവേ ശാന്തമായിരുന്നു. ഏറ്റവും താഴെ നാസ്ഡാക്കും ഡോയും പോസിറ്റീവ് അടച്ചു. 3 യൂറോപ്യൻ മാർക്കറ്റും പോസിറ്റീവ് അടച്ചു. ഇനി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്ന നിക്കി ഓൾമോസ്റ്റ് ഏറ്റവും താഴേന്ന് നമ്മൾ ഇന്ത്യ വിക്സിന് മുകളിൽ നിക്കി കാണാം. 300 പോയിൻറ്റ് മൈനസാണ്. മുകളിലുള്ള 3 ഏഷ്യൻ മാർക്കറ്റുകളും ഫ്ലാറ്റാണ്. ഇനി ഏറ്റവും ടോപ്പിലേക്ക് പോകുകയാണെങ്കിൽ ഗോൾഡ് $4491, സിൽവർ 82 ആയിട്ടുണ്ട്, സിൽവർ ഒന്ന് ഉയർന്നു. ബിറ്റ്കോയിൻ ഒരു ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് 93,000. ഗിഫ്റ്റ് നിഫ്റ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 26,233 ആണ്. നമ്മുടെ ഫ്യൂച്ചർ ഉണ്ടായിരുന്നത് 26,282 ആയിരുന്നു. അപ്പോൾ ചെറിയ ഒരു പൊടിക്കൊരു ഗ്യാപ്പ് ഡൗൺ ആയിരിക്കാം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഗ്യാപ്പ് അപ്പ്, ഒരു ഫ്ലാറ്റായ ഒരു ഓപ്പണിങ്. US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ ഇൻഫോസിസ്, വിപ്രോ എല്ലാം തന്നെ പോസിറ്റീവിലായിരുന്നു. ICICI ബാങ്കും പോസിറ്റീവായിരുന്നു. HDFC ബാങ്ക് 2% ഇടിഞ്ഞിരുന്നു. പിന്നെ 4% എക്സ്റ്റൻഡ് അവേഴ്സിൽ തിരിച്ച് കയറി. റിലയൻസ് GDRൽ 4% എക്സാക്റ്റ് അവിടെ ഫോളോ ആയത് കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഒരുപാട് ഫിനാൻഷ്യൽ കോണ്ടൻറ്റുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യാറുണ്ട്. ഈ വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റിൽ ഇൻസ്റ്റാഗ്രാമിൻ്റെ ലിങ്ക് പ്രൊവൈഡ് ചെയ്യാം. നിങ്ങൾ ഫോളോ ചെയ്യുക. ഒരുപാട് ഫിനാൻഷ്യൽ കോണ്ടൻറ്റുകൾ അവിടെ ലഭ്യമാകും. സ്റ്റോക്കുകളുടെ വാർത്തകളൊക്കെ പോകുമ്പോൾ ബയോകോൺ ഫാർമ കമ്പനിയാണ്. അവർ ഓങ്കോളജി ഡിവിഷനിലുള്ള ഒരു കമ്പനികളെ അവർ അക്യൂർ ചെയ്യുന്നു. ആ ഒരു അക്യൂസിഷൻ ശക്തിപ്പെടുത്തുന്നുണ്ടെന്നുള്ള ഒരു ന്യൂസ് ഉണ്ട്. ടൈറ്റാൻ, ഇന്ത്യയിലെ ജ്വല്ലറി കമ്പനി, ടാറ്റ ഗ്രൂപ്പിൽ നിന്നുള്ള കമ്പനി. അപ്പോൾ ഇവരുടെ ബിസിനസ് ഗ്രോത്ത് എല്ലാം തന്നെ 38% ഉയർന്നു എന്നുള്ള ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. ടാറ്റ ക്യാപിറ്റലും മീഷോയും ഇവരുടെ രണ്ടിൻ്റെയും ലോക്കിൻ പീരീഡ് ഇന്ന് തീരും. ലോക്കിൻ പീരീഡ് എന്ന് പറയുമ്പോൾ വലിയ ഇൻവെസ്റ്റേഴ്സിനെല്ലാം തന്നെ അവർക്ക് വേണമെങ്കിൽ സെല്ല് ചെയ്ത് മാറാൻ പറ്റുന്ന ഒരു ഡേറ്റാണ് ഇന്നും ഉള്ളത്. ഇരു കമ്പനികളും, ടാറ്റ ക്യാപിറ്റലും മീഷോയും. IRB ഇൻഫ്ര 3000 കോടി രൂപയുടെ ടോൾ റൈറ്റ് നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ലഭിച്ചു. ലോധ ഡെവലപ്പേഴ്സ് 25% ഇയർ ഓൺ ഇയർ ഇവരുടെ പ്രീസെയിൽ ഉയർന്നതായിട്ട് കമ്പനി അറിയിച്ചു. ഗോദ്രേജ് കൺസ്യൂമർ കമ്പനി, ഇവർ GSTകളെല്ലാം തന്നെ ഇളവ് വരുത്തിയതിനെ തുടർന്ന് കമ്പനി മികച്ച രീതിയിലുള്ള ഒരു Q3 റിസൾട്ടാണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ജുബിലാൻഡ് ഫുഡ് വർക്ക്, ഡൊമിനോസ് പിസയുടെ പ്രൊമോട്ടേഴ്സ് അവർ 13% റവന്യൂ ഉയർത്തി. 114 പുതിയ സ്റ്റോറുകൾ കമ്പനി ആഡ് ചെയ്തു. M&M ഇലക്ട്രിക്കൽ XUV 3XO അവർ ലോഞ്ച് ചെയ്യുകയാണെന്നുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ വൈകിട്ട് പോസ്റ്റ് മാർക്കറ്റ് എത്താം. എല്ലാവർക്കും ചാനൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.